ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഖമല്ല എല്ലാവർക്കും. ഇന്നത്തെ എന്താ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഒരു അടിപൊളി വീഡിയോയിലോട്ടേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ടിട്ടൊക്കെ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് മസാല തയ്യാറാക്കി നോക്കാം. പെട്ടെന്ന് തന്നെ റെസിപ്പി തുടങ്ങുകയാണ് കേട്ടോ. ഒത്തിരി ലേറ്റ് ആക്കുന്നൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നത് കൊണ്ട് ഒത്തിരി ലേറ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വീഡിയോ ഒത്തിരി ലെങ്ത് ആവേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വാഴയിലയിൽ പൊള്ളിച്ച മീൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ചൂടുള്ള ചോറും വാഴയിലയിൽ പൊള്ളിച്ച മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ മസാലയ്ക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലിയാണ്, ഒരു 1.5 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഞാനൊരു തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആവശ്യത്തിന് കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മീനിനെ മുറിച്ച് വെച്ചിട്ടുള്ള മീനിനൊക്കെ ഇതൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ച് ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ കിടുക്കാച്ച് പുതുപുത്തൻ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടത്തുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ മീനൊക്കെ ഏകദേശം നല്ല മുളകിലൊക്കെ ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 10-15 മിനിറ്റ് നമുക്കൊരു പാത്രത്തിൽ ഇങ്ങനെ അടച്ച് വെച്ച് ഇവന് വെയിറ്റ് ചെയ്ത് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് സവാളൊക്കെ അങ്ങ് മുറിച്ച് വെക്കാം കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല. ഉള്ളിയും തക്കാളിയൊക്കെ മുറിക്കുന്നതായിട്ട് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ 3 വലിയ സവാളയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അയലക്കുട്ടപ്പനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് നമ്മുടെ മീനൊക്കെ ഏകദേശം നന്നായിട്ട് മുളകൊക്കെ പുരട്ടിയിട്ട് ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത്. ഒന്നാമത് ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ ഉദ്ദേശിച്ച പാത്രം ഒരു പ്ലാസ്റ്റിക് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അല്ലാതെ ഒരു സ്റ്റീൽ പാത്രം ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെക്കുമായിരുന്നു. ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അതിൽ വെക്കുന്നില്ല. ഞാനത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഫുഡ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസരങ്ങൾ വരുമല്ലോ. ഇതിപ്പം ഞാൻ മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. അതുപോലെ തന്നെ ഇതിപ്പം ആ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ചു. ആ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വരുന്ന സമയം കൊണ്ട് അത്രയും ടൈം നമുക്ക് വെറുതെ കിട്ടും. ആ ടൈമിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ ഓരോ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങൾ കഴുകി ഒതുക്കി വെക്കാം. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ ചുറ്റിലും കാണുമ്പോൾ നല്ലൊരു സമാധാനം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ ആ ഒരു ക്ഷീണത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വാഷ് ബേസിനിൽ ഒത്തിരി പാത്രങ്ങൾ കാണുക. അപ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഷിയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നതിന്
അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവൊന്ന് നോക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള പ്രിപ്പറേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ വാഴയില എടുക്കുക, വാഴയില ഒന്ന് വാട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മസാല, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുക. മീൻ വെച്ച് കൊടുക്കുക. അതിനെ നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പൊരിക്കുന്നത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇപ്പം ഫ്രൈ പാനിലാണ് പൊരിക്കുന്നത്. അപ്പം ചട്ടിയിലൊക്കെ പൊരിക്കുന്നവരുണ്ട്, പുറത്തുനിന്ന് മൺചട്ടിയിലൊക്കെ പുറത്തുനിന്ന് പൊരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഗ്യാസ് അടുപ്പിലായത് കൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് ഗ്യാസൊന്നും പോവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ലൈറ്റായിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങ് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടോടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ വീട്ടിൽ മീനൊക്കെ കിട്ടിയ സമയത്ത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം വായിക്കാനായിട്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും കമൻറ്റ് എഴുതണം. അപ്പോൾ ഞാനിത് ബാക്കിയുള്ള മീനൊക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. വാഴയിലയിൽ വെച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഫ്രൈ പാനിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഫ്രഷ് ആയിട്ട് മീനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ സൺഡേ ആണ് ചെയ്തിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഒട്ടും ടൈം ഉണ്ടാവത്തില്ല കേട്ടോ. രാവിലെ തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ തയ്യാറാക്കി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ ടൈം ഉണ്ടാവില്ല. ഇതുപോലത്തെ വെറൈറ്റീസ് ഒന്നും ആ ടൈമിന് ഉണ്ടാക്കത്തില്ല. ജസ്റ്റ് ഒരു തോരനും കറിയും ഒക്കെ വെച്ചിട്ട് അങ്ങ് പോവുകയേ ചെയ്യത്തുള്ളൂ. അപ്പം ഈ സൺഡേ ഒക്കെയാണ് ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്തണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്തൊരു കിടുക്കാച്ചി വീഡിയോസ് ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.